എല്ലാവർക്കും നമസ്കാരം. റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്ടോബർ മാസത്തിൽ റെയിൽവേയുടെ ലെവൽ 1 നോട്ടിഫിക്കേഷൻ, റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആകാൻ പോവുകയാണ്. 1,00,000-ൽ അധികം വേക്കൻസി ഉണ്ട്. മാത്രമല്ല അതിനു മുന്നേ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് +2 പാസ്സാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് അണ്ടർ ഗ്രാജുവേറ്റ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ്. രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ആകാൻ പോവുകയാണ്. അതിലേക്ക് 10,000-ലധികം വേക്കൻസിയാണുള്ളത്. ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള റെയിൽവേയുടെ കലണ്ടറാണ്. കലണ്ടറിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലാണ് ലെവൽ 1 ഗ്രൂപ്പ് ഡി റിലീസ് ആകാൻ പോകുന്നത്. ഇതിലേക്ക് 10ാം ക്ലാസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം. 18 മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിൽ തന്നെ നിയമനം ലഭിക്കുന്നതാണ്. ലെവൽ 1 എന്ന് പറയുമ്പോൾ 14,000 സ്കെയില്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. 30,000-ലധികം സാലറി നമുക്ക് കേരളത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഈ റിലീസ് ആകാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. RRBയുടെ ഗ്രൂപ്പ് ഡി ആണ് എക്സാമിനേഷൻ നെയിം പോസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രാക്ക് മെയിൻ്റനർ, ഗ്രേഡ് 4, ട്രാക്ക് മാൻ, ഗേറ്റ് മാൻ, പോയിന്റ്സ് മാൻ, ഹെൽപ്പേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പോർട്ടർ തുടങ്ങിയ ധാരാളം തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ, ധാരാളം പോസ്റ്റുകളാണ് ഇതിലുള്ളത്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. CBT 1 ആണ് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഫിസിക്കൽ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. ആദ്യം വരാൻ പോകുന്നത് NTPC നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ആകുന്നതാണ്. എംപ്ലോയ്മെന്റ് ന്യൂസ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. സോ ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായും വീഡിയോ കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ്സിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ധാരാളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക.